കൂട്ടുകാരെ, വണ്ടി ചർച്ചയിലേക്ക് വീണ്ടും സ്വാഗതം. അനൂപ്ജി, കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ നമ്മൾ വോട്ടിന്റെ പ്രാധാന്യം അതിനെ കുറിച്ച് നമ്മളൊരു ചെറിയൊരു ചോദ്യം ചോദിച്ചു. താനത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഇപ്പൊ എനിക്ക് വേറൊരു ചോദ്യമുണ്ട്. അതായത് വോട്ട് ചെയ്യാൻ ഇപ്പൊ നമ്മൾ മെന്റലി ഓക്കെ സെറ്റായി നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണം? ആർക്ക് എന്നുള്ളതുകൊണ്ട് അത് പാർട്ടി അല്ലെങ്കിൽ വ്യക്തി വട്ടവർ, ആർക്ക് ഞാൻ വോട്ട് ചെയ്യണം, എന്റെ വോട്ട് ഞാൻ ആർക്ക് കാസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു സംശയമായിട്ട് വരും അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സാധാരണക്കാരനോട് അയാള് ആരെ സെലക്ട് ചെയ്യണം, എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഞാൻ ചോദിച്ചത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം പലർക്കും പല രീതിയിലാണ്. പരമ്പരാഗതമായിട്ട് ചില ആളുകൾ ചില പാർട്ടികൾക്ക് മാത്രം വോട്ട് ചെയ്ത് വരുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ ചോദ്യം കുറച്ചുകൂടി വാലിഡ് ആവുന്നത് ഇന്നത്തെ ജനറേഷന് അല്ലെങ്കിൽ പുതുതായിട്ടൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കുറെ കാലങ്ങളായിട്ട് വോട്ട് ചെയ്യാതെ ഇന്നത്തെ കാലങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത്. അങ്ങനെയാണ് നമുക്കിതിനെ വിശദീകരിക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഭാഗമായിരിക്കില്ല മറ്റൊരാളുടെ ഭാഗം. പക്ഷെ ഇതിനൊരു കോമൺ ഫാക്ടറിനെ നമുക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ് ഇതിൽ പറയാൻ പറ്റുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ അടുത്തൊരാൾ വോട്ട് ചോദിച്ചു വരികയാണ്. അയാൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ മതത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളാണ്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ അത്തരം ആളുകളെ ഒഴിവാക്കി വിടുക. നിങ്ങളുടെ ഫസ്റ്റ് ചെക്ക് ലിസ്റ്റിൽ നിന്ന് ഇവരെ എടുത്തിട്ട് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യണമെന്ന് എൻ്റെ പേഴ്സണൽ സജഷൻ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കുന്ന അവരുടേതായിട്ടുള്ള വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് അല്ലേ, അത് പ്രായോഗികമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് അത്യാവശ്യം വിദ്യാസമ്പന്നരാണ്, അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. അല്ലെങ്കിൽ അവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവരോട് പറയുന്ന ഒരു വാഗ്ദാനം യഥാർത്ഥത്തിൽ നടപ്പിലാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഒരു സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും, പരിശോധിക്കാനായിട്ട് പറ്റും. ഒരു രീതിയിലും സാധ്യതയില്ലാത്ത വെറും പൊള്ളയായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗമായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെയാണ് നമ്മൾ രണ്ടാമതായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഒഴിവാക്കി വിടേണ്ടത്. മൂന്നാമത് ഞാൻ പറഞ്ഞു, ചില ആളുകളുടെ ഐഡിയോളജിക്കൽ കോൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഐഡിയോളജിക്കൽ കോൺസെപ്റ്റിൽ നിങ്ങളുടെ ചിന്താഗതിയുമായിട്ട്, ഇപ്പൊ എൻ്റെ ചിന്താഗതി ആയിരിക്കില്ല ഷിഹാബ്ജിയുടെ ചിന്താഗതി, അല്ലെങ്കിൽ മറ്റു നമ്മുടെ ഒരു സുഹൃത്ത് വരുമ്പോൾ അയാൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന വേറൊരു ഐഡിയോളജി ഉള്ള ആളായിരിക്കും. അപ്പം നിങ്ങളുടെ ഐഡിയോളജി നിങ്ങളുടെ മുമ്പിൽ വോട്ട് അഭ്യർത്ഥിച്ച് വരുന്ന ഏത് സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക, അല്ലാത്തവരെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്ത് കളയുക. പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എത്തിപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മളെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിപ്പെടുകയും ആ വ്യക്തിയിലൂടെ നമ്മുടെ നാടിൻ്റെ ഭാവി സുരക്ഷിതമാക്കപ്പെടുകയും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല വ്യക്തികളെ നിങ്ങൾക്കും തിരഞ്ഞെടുക്കാൻ സാധിക്കട്ടെ. ആ വ്യക്തികളിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നാട് ശോഭനമാവട്ടെ, ഭാവി ശോഭനമാവട്ടെ. നല്ലൊരു നാളെ നമുക്കെല്ലാവർക്കും വേണ്ടി സൃഷ്ടിക്കുവാൻ നല്ല വ്യക്തികളെ നമുക്ക് തിരഞ്ഞെടുക്കാം. അതെ, തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാം.